തിരുവനന്തപുരത്ത് BJPയുടെ ഉന്നം പിഴച്ചില്ല. അവര് ലക്ഷ്യം വെച്ചതിനപ്പുറത്തേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയെന്നുള്ളതാണ്. പക്ഷെ മുനിസിപ്പാലിറ്റികളിലൊക്കെ അവർ പ്രതീക്ഷിച്ചത്ര നേട്ടം കൊയ്തില്ല. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനവുമായിട്ട് വലിയ അന്തരവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാനം പിടിച്ചല്ലോ, തലവിധി തന്നെ അവർ മാറ്റി എഴുതുകയാണ്. കാരണം ഈ പതിറ്റാണ്ടുകളായിട്ട് CPMന്റെ കൈവശം ഇരുന്നത് ചവിട്ടി പുറത്താക്കി ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പ്രധാനമന്ത്രി 2025 അവസാനമോ 2026 ആദ്യമോ തിരുവനന്തപുരത്ത് വരുമ്പോൾ എതിരേൽക്കുക BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് വന്ന വിജയിച്ച മേയറായിരിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്ന് മുമ്പ് പറഞ്ഞത് ചിലരൊക്കെ തമാശയായിട്ട് എടുത്തു, പരിഹസിച്ചു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോളി. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് മാറി എന്നുള്ളതാണ്. BJPക്ക് വലിയ ഉത്തരവാദിത്വവുമാണ് തിരുവനന്തപുരം നിവാസികൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ തലസ്ഥാനം ഭരിച്ചതാ, പിന്നീട് ഞങ്ങൾ കേരളം തന്നെ നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ചില സൂചനകളിലേക്ക് കടന്നാൽ 2026 രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പലരും മത്സരിക്കാനായിട്ട് കച്ചകെട്ടുന്നുണ്ട്. അവരോടൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മത്സരിക്കേണ്ട മണ്ഡലങ്ങളിൽ പോയി നിങ്ങൾ പ്രവർത്തിച്ചു, അവിടങ്ങളിൽ നിന്ന് ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ മണ്ഡലത്തിൽ എത്രത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുന്നേറ്റം കുറിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വിലയിരുത്തിയതിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക നൽകാം. അത് ആ ഒരു കണക്കുകൂട്ടൽ നല്ലതാണ്. ഇദ്ദേഹം ഒരു വലിയ കമ്പനിയുടെ CEO പോലെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം അധികാരത്തിലേക്ക് വന്നപ്പോൾ പലരും പറഞ്ഞു കച്ചവടക്കാരനാണ്. ഈ കച്ചവടത്തിൻ്റെ ഒരു കണ്ണുകൂടെ വേണമല്ലോ ഇതിനകത്ത്. ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വരവാണല്ലോ ഇദ്ദേഹം. ആ ഒരു ശൈലിയാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. പുതിയ ജനറേഷന് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശൈലിയിലേക്കാണ് അദ്ദേഹം മാറുന്നത്. ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് പുതുതലമുറയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി. തൃശ്ശൂർ പിടിച്ചെടുത്തു, തിരുവനന്തപുരം വിജയത്തോടടുത്തു. ആലപ്പുഴയില് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രകടനം മറ്റ് 2 മുന്നണികളെയും വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ BJPക്ക് അവിടെ ശക്തമായ കളമൊരുക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തില് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും എത്തി എന്നുള്ളൊരു കണക്കുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 1ാം സ്ഥാനക്കാരുമായിട്ട് വലിയ അന്തരമില്ല. അതും ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു 20 നിയമസഭാ മണ്ഡലങ്ങൾ BJP കണക്കുകൂട്ടൽ നടത്തി. ആ കണക്കുകൂട്ടൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഇത് 4 അതിപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ 3 എണ്ണവും ഉറപ്പായും 2026 BJPയുടെ കൈകളിലേക്ക് പോകും. 4ാമത്തെ മണ്ഡലമായ തിരുവനന്തപുരം സെൻട്രലും പിന്നിലൊന്നുമല്ല, അവിടെ LDFും BJPയും ഒപ്പത്തിനൊപ്പമാണ്. ഇനി അത് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇപ്പോൾ CPMന് LDFന് കിട്ടിയ ആ തിരിച്ചടി ഇരട്ടിയായിട്ട് കിട്ടും. കാരണം ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ അവർ നേടിയിട്ടുള്ളത് പ്രാദേശിക തലത്തിലെ ചില ബന്ധങ്ങളും ഒക്കെ കാരണം ചില നേതാക്കന്മാരൊക്കെ വിജയിച്ചു വന്നിട്ടുണ്ട്. അവർ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ വികസന കാര്യങ്ങളും അതുപോലെ ജനങ്ങളോടുള്ള ഒരു ഇടപെടലുമാണ്. ബാക്കിയൊക്കെ തന്നെ തലസ്ഥാനത്തെ മേയർക്കെതിരെയുള്ള വോട്ടും ഇനിയും ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി വിരുദ്ധ തരംഗവും LDF വിരുദ്ധ തരംഗവും വരാൻ പോകുന്നതേ ഉള്ളൂ.
അതുകൂടെ വരുമ്പോഴത്തേക്കും CPM ചിലപ്പോൾ കടമുഴകി വീഴാം. ഇനി അതിശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണ് 2026 മാർച്ച് ഏപ്രിലായിട്ട്. മെയ് മാസത്തിൽ എന്തായാലും നമുക്ക് തീർച്ച പറയാം BJPയുടെ ഒരു 10 MLA-മാരെങ്കിലും കേരള നിയമസഭയിൽ ഉണ്ടാകും എന്നുള്ളത്. BJP അതിൽ കൂടുതൽ പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ അത്ര എടുക്കുന്നില്ല. 10 എണ്ണം 2026 ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ഒരു 3 എണ്ണം ഉണ്ടാകും. ഒന്ന് നിയമസഭാ മണ്ഡലത്തില് ഇപ്പോൾ അവിടുത്തെ വാർഡുകളിൽ 22 വാർഡുകളിൽ 17 വാർഡുകളിലും BJP ആണ് മുന്നേറ്റം കുറിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു താനായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ളത്. ഒരു അനൗദ്യോഗിക പ്രഖ്യാപനം തൃശ്ശൂരിൽ വെച്ച് നടത്തുകയുണ്ടായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പാകെ. അത് ഉറപ്പായ കാര്യവുമാണ്. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വഴിയെ വന്നുകൊള്ളും. എന്തായാലും അവിടം കിട്ടും. അതിനോടൊപ്പം തന്നെ RSSന്റെ നിരവധി ശാഖകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. രണ്ടാമത് വരുന്നത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലമാണ്. മണ്ഡലത്തിലെ വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJPയുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടാക്കിയത്. അത് നല്ല രീതിയിൽ ഒരു കാരണം BJPയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഒരു 45 സീറ്റ് വരെയായിരുന്നു. ഇപ്പൊ 50 എത്തി. BJP പ്രവർത്തകരുടെ ഒരടക്കം പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു, ഇത്തവണയും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. കാരണം ഉൾപ്പോരെ ഉണ്ട്, പാലം വലിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെയുള്ള പറച്ചിലുകൾ, പിന്നാമ്പുറ വർത്തമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോയി. കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് അത് കിട്ടുകയുണ്ടായി. കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വി മുരളീധരൻ ആയിരിക്കും മത്സര രംഗത്തേക്ക് വരിക. വി മുരളീധരൻ നേരത്തെ തന്നെ കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മുമ്പ് അവിടെ ശോഭാ സുരേന്ദ്രനും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നിടം മുഴുവൻ ഇളക്കി മറിക്കുകയും ചെയ്യും. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ, കാരണം അവിടെ ഇപ്പോൾ CPM-ലെ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രനും ഭരണവിരുദ്ധ വികാരവും കടകംപള്ളി വിരുദ്ധ വികാരവും ഒക്കെ ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത് വരുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറയുന്നത് വളരെ മുന്നേ തന്നെ BJP പിടിച്ചെടുക്കുമെന്ന് കരുതുകയാണ്. 2014 കുമ്മനോട് മത്സരിക്കുന്നു. അന്ന് K മുരളീധരനായിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥി. CPM-ന്റെ സ്ഥാനാർത്ഥി TN സീമം മൂന്നാമത് പോവുകയാണ് ചെയ്തത്. K മുരളീധരൻ നല്ല രീതിയിൽ ആ മണ്ഡലം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്താണ് വടകരയിലേക്ക് അദ്ദേഹത്തെ വണ്ടി കയറ്റി വിട്ടത്. അത് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വെച്ചതാണ്. അങ്ങനെ ആ മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രശാന്തിലേക്ക് പോകുന്നു. പഴയ മേയർ പ്രശാന്തിലേക്ക് പോകുന്നു. അത് പിന്നീട് 2021 അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലുള്ള പകുതിയിലധികം വാർഡുകളും BJPക്കാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. അതൊന്നുകൂടെ പ്രതിഫലിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ മത്സരിക്കാനായിട്ട് വളരെ മുമ്പേ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് BJPയിലെ ചലച്ചിത്ര നടൻ കൃഷ്ണകുമാറാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തൃശ്ശൂരിനെ അങ്ങ് എടുത്തതുപോലെ വട്ടിയൂർക്കാവിനെ കൃഷ്ണകുമാർ അങ്ങ് എടുത്തുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം റെസിഡൻസ് അസോസിയേഷനുകളുടെ മീറ്റിംഗ് വിളിക്കുന്നു. അതുപോലെ സാമുദായിക സംഘടന, അതുപോലെ എവിടെയും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ അദ്ദേഹം ഓടിയെത്തുന്നു. മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന്റെ BJPയുടെ വിജയസാധ്യത കാണിക്കുകയാണ്. നാലാമത് വരുന്നത് തിരുവനന്തപുരം സെൻട്രലിലെ BJPയും LDFും ഒപ്പത്തിനൊപ്പമാണ്. ഇവിടെ BJPക്ക് LDFിനെ നിഷ്കരുണം വെട്ടിമാറ്റാൻ കഴിയും. അല്പം കൂടി പ്രവർത്തനം മെച്ചപ്പെടുത്തി നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പാക്കാവുന്ന ഇടമാണ്. UDF അവിടെ നേരത്തെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. UDFിന്റെ ഘടകകക്ഷിയായ CMBയിലെ CP ജോണാണ് അവിടെ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ്. ആന്റണി രാജു ഒന്നും ഇനി അവിടെ നിലം തൊടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്തായാലും തിരുവനന്തപുരത്തെ ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ BJPക്ക് ഒരു വലിയ അധ്വാനമില്ലാതെ തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഈ കോർപ്പറേഷൻ ഇലക്ഷനിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.